കോപ്പറേറ്റീവ് എഡ്യൂടെക്കിന്റെ ഇൻകം ടാക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റ് കേരള PSC പരീക്ഷ സിലബസുമായി 10 മൊഡ്യൂളുകളുടെ ക്ലാസ്സുകൾ ഓപ്പൺ ആണ്. ചില മൊഡ്യൂളെങ്കിലും ക്ലാസ്സുകൾ തീർത്തിട്ടുണ്ട്. ഓരോ ക്ലാസ്സിന് ശേഷവും അതുമായി ബന്ധപ്പെട്ട MCQ ക്വസ്റ്റ്യനുകൾ PYQ ഉൾപ്പെടെ തൊട്ടടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടുകൾക്ക് വേണ്ടിയിട്ട് ടെലഗ്രാം ഗ്രൂപ്പ് ഫോളോ ചെയ്യുക. ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ് എന്ന 8ാമത്തെ മൊഡ്യൂൾ 10 മാർക്കുള്ള മൊഡ്യൂളിന്റെ അടുത്ത പാർട്ടിൽ ഈ പാർട്ട് ഉൾപ്പെടുത്തിയത് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന ഹെഡിൽ നിന്നുള്ള പോയിന്റുകളാണ്. PGBP എന്ന് ചുരുക്ക പേരിൽ ഈ ഹെഡ് അറിയപ്പെടാറുണ്ട്. പ്രോഫിറ്റുമായി ബന്ധപ്പെട്ടതും പ്രൊഫഷനുമായി ബന്ധപ്പെട്ടുമായ ഇൻകം ഈ ഹെഡിലാണ് ചാർജ് ചെയ്യപ്പെടാറ്. Income earned by carrying on any business or profession is taxable under the head Profit and Gains of Business or Profession. അതായത് ഇതിൽ മെയിൻ ആയിട്ട് ബിസിനസ് ഇൻകവും പ്രൊഫഷണൽ ഇൻകവുമാണ് നമ്മൾ ഈ ഹെഡിൽ കാണിക്കാറുള്ളത്. ഇറ്റ് കവേഴ്സ് ബോത്ത് ബിസിനസ് ഇൻകം എന്ന് പറയുമ്പോൾ ട്രേഡ്, കൊമേഴ്സ്, മാനുഫാക്ചർ മാത്രമല്ല പ്രൊഫഷണൽ ഇൻകം ഡോക്ടേഴ്സ്, ലോയേഴ്സ്, എഞ്ചിനീയേഴ്സ്, ആർക്കിടെക്ട്സ്, അക്കൗണ്ടൻസ് അതുപോലുള്ള ഇൻകം ഒക്കെ പ്രൊഫഷണൽ ഇൻകം ആയിട്ടും ഈ ഹെഡിൽ കാണിക്കാറുണ്ട്. ഇതിന്റെ സ്കോപ്പ് നോക്കാം. ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുമ്പോൾ റെഗുലർ കൊമേഴ്സ്യൽ ആക്ടിവിറ്റി വിത്ത് പ്രോഫിറ്റ് മോട്ടീവ് എന്ന രീതിയിൽ റെഗുലർ ആയിട്ട് ബിസിനസ് ആക്ടിവിറ്റികൾ പ്രോഫിറ്റ് മോട്ടീവ് വെച്ചിട്ട് ചെയ്യുന്ന എല്ലാ ബിസിനസ് ആക്ടിവിറ്റികളും ഇൻകം ഫ്രം ബിസിനസ് എന്ന ഹെഡിലും. ഇൻകം ഫ്രം പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ വൊക്കേഷൻ ഉൾപ്പെടെ പ്രൊഫഷണൽ ആവണമെന്നില്ല, വൊക്കേഷൻ രൂപത്തിലുള്ള ഇൻകം അടക്കം ഒക്യുപ്പേഷൻ റിക്വയറിംഗ് സ്പെഷ്യലൈസ്ഡ് നോളജ് ഓർ സ്കില്ല് എന്ന കാറ്റഗറിയിൽ വരുന്ന എല്ലാ പ്രൊഫഷൻ്റെയും വൊക്കേഷൻ ഉൾപ്പെടെയുള്ളവയുടെ ഇൻകം ഫ്രം പ്രൊഫഷൻ എന്ന രീതിയിൽ ഇൻകം ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷൻ, ഇൻകം പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ എന്ന രീതിയിൽ ഈ ഹെഡിൽ കാണിക്കാറുണ്ട്. ഇതിൽ പിന്നെ ഉൾപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ ഇൻകം ഫ്രം ട്രേഡ്, കൊമേഴ്സ്, മാനുഫാക്ചറിങ്, സർവീസ്. ഇത്തരം ഇൻകം ഈ ഹെഡിന്റെ ഭാഗമാണ്. ഇൻകം ഓഫ് പ്രൊഫഷണൽസ്, ഡോക്ടേഴ്സ്, അഡ്വക്കേറ്റ്സ് അതുപോലുള്ള പ്രൊഫഷണൽസിന്റെ ഇൻകം ഈ ഹെഡിന്റെ ഭാഗമാണ്. കോമ്പൻസേഷൻ റിസീവ്ഡ് ഫോർ ടെർമിനേഷൻ ഓർ മോഡിഫിക്കേഷൻ ഓഫ് കോൺട്രാക്ട്സ്, ഏതെങ്കിലും കോൺട്രാക്ട്സുകൾ പെട്ടെന്ന് അവസാനിപ്പിക്കുന്ന സമയത്തോ മോഡിഫൈ ചെയ്യുന്ന സമയത്തോ എന്തെങ്കിലും തരത്തിൽ കോമ്പൻസേഷൻ കിട്ടിയാൽ പോലും അത് ഇൻകം ഈ ഹെഡിലാണ് അത് കാണിക്കാറുള്ളത്. എക്സ്പോർട്ട് ഇൻസെന്റീവ്സ്, ഡ്യൂട്ടി ഡ്രോബാക്ക്, സബ്സിഡീസ് റിലേറ്റഡ് ടു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻസെന്റീവ്, അത്തരം ഇൻകം ഫ്രം ബിസിനസ്സിൽ കാണിക്കാറുണ്ട്. ഡ്യൂട്ടി ഡ്രോബാക്സ് ഒരു ടേമും കൂടിയാണ്. ഡ്യൂട്ടി ഡ്രോബാക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു റീഫണ്ട് ആണ്. അതായത് റീഫണ്ട് ഓഫ് കസ്റ്റംസ് ഓർ എക്സൈസ് ഡ്യൂട്ടി. ഏത് സമയത്താണ് റീഫണ്ട് കിട്ടുക? ചില സമയങ്ങളിൽ ഇമ്പോർട്ട് ഇൻപുട്ട് വേണ്ടി വരും, ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും പ്രൊഡക്ഷൻ മാനുഫാക്ചറിന് വേണ്ടിയിട്ട് റോ മെറ്റീരിയലുകൾ. അങ്ങനെ അത് ഫിനിഷ് ചെയ്തിട്ട് ഫൈനൽ ഗുഡ്സ് പിന്നീട് എന്ത് ചെയ്തേക്കാം, തിരിച്ച് എക്സ്പോർട്ട് ചെയ്തേക്കാം. അത്തരം സമയത്ത് കിട്ടുന്ന റീഫണ്ട് മുൻപ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റംസ് എക്സൈസ് ഡ്യൂട്ടി അടച്ചത് റീഫണ്ട് ആയിട്ട് കിട്ടുന്നതിനാണ്, പിന്നീട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതിനെയാണ് ഡ്യൂട്ടി ഡ്രോബാക്ക് എന്ന് പറയാം. അത്തരം ഇൻകം ഇതിന്റെ ഭാഗമാണ്. പിന്നെ സബ്സിഡീസ് റിലേറ്റഡ് ടു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് സബ്സിഡി കിട്ടിയാൽ പോലും അത് ഇൻകം ഫ്രം ബിസിനസ് ആണ്. അപ്പൊ കുറച്ച് വലിയ ഹെഡാണ് ഇൻകം ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷൻ എന്നത്. ചാർജബിലിറ്റി നോക്കാം. സെഷൻ 28 ചാർജബിലിറ്റി എങ്ങനെയാണ് ചാർജ് ചെയ്യപ്പെടുന്നത് എന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫോളോയിങ് ആർ ദി സ്പെസിഫിക്കലി ചാർജബിൾ അണ്ടർ ദിസ് ഹെഡ് നോക്കാം. പ്രോഫിറ്റ് ഫ്രം എനി ബിസിനസ് ഓർ പ്രൊഫഷൻ ക്യാരിഡ് ഓൺ ബൈ ദി അസസ്സി നടത്തുന്ന ബിസിനസ് പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് എന്ത് പ്രോഫിറ്റ് കിട്ടിയാലും അസസ്സി ചെയ്യുന്ന ബിസിനസ് ഓർ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് എന്ത് പ്രോഫിറ്റും കോമ്പൻസേഷൻ ഡ്യൂ ടു ടെർമിനേഷൻ ഓർ മോഡിഫിക്കേഷൻ ഓഫ് കോൺട്രാക്ട് റിലേറ്റഡ് ടു ബിസിനസ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ കോൺട്രാക്റ്റുകൾ അവസാനിപ്പിക്കുന്ന സമയത്ത് കിട്ടുന്ന കോമ്പൻസേഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും കോൺട്രാക്റ്റുകൾ
മോഡിഫൈ ചെയ്യുന്ന സമയത്ത് കോമ്പൻസേഷൻ ആയിട്ടൊക്കെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത്. ഇൻകം ഫ്രം എക്സ്പോർട്ട്, ഇൻസെൻറ്റീവ്സ്. എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഇൻസെൻറ്റീവുകൾ, പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞ പോലെ ഡ്യൂട്ടി ഡ്രോബാക്ക്. ഡ്യൂട്ടി ഡ്രോബാക്ക് എന്ന് പറയുമ്പോൾ റീഫണ്ട് ആണ്. കസ്റ്റംസ് ഓഫ് എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടിന്റെ ഒക്കെ റീഫണ്ട് ആണ്. റീഫണ്ട് എപ്പോഴാണ് കിട്ടുക ചോദിച്ചാൽ, ഇൻപുട്ടായിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും മെറ്റീരിയൽ. ആ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് പ്രൊഡക്റ്റ് ഫിനിഷ് ചെയ്തിട്ട് അത് തിരിച്ച് എക്സ്പോർട്ട് ചെയ്യുമ്പോഴെന്ത് ചെയ്യും, ആദ്യം കൊടുത്ത കസ്റ്റംസ് എക്സൈസ് ഡ്യൂട്ടികൾ റീഫണ്ട് ചെയ്യപ്പെടുന്നത് തന്നെയാണ് ഡ്യൂട്ടി ഡ്രോബാക്ക് എന്ന് പറയാം. അതേപോലെ വേറൊന്നാണ് DEPB. DEPB എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി എൻറ്റൈറ്റിൽമെന്റ് പാസ്ബുക്ക്, അതായത് സ്കീം ദാറ്റ് അലൗഡ് എക്സ്പോർട്ടേഴ്സ് ടു ഏൺ ക്രെഡിറ്റ് ഓൺ എക്സ്പോർട്ട്സ്. എക്സ്പോർട്ടേഴ്സിന് ക്രെഡിറ്റ് കിട്ടുന്ന ഒരു സംവിധാനത്തിനാണ് DEPB എന്ന് പറയാറുള്ളത്. ഇവയൊക്കെ ചാർജബിൾ ആണ്, ഇവയൊക്കെ ഇൻകം ആയിട്ട് പരിഗണിക്കും ഈ ഹെഡിൽ. വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ്, ബെനിഫിറ്റ്സ് അറൈസിങ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. പെർക്വിസിറ്റ്സ് ബിസിനസ് ഓർ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് അല്ലെങ്കിൽ അത്തരം ബെനിഫിറ്റുകളൊക്കെ ഇതിന്റെ ഭാഗമാണ്. പിന്നെ സം റിസീവ്ഡ് അണ്ടർ കീമാൻ ഇൻഷുറൻസ് പോളിസി. അതായത് കീമാൻ ഇൻഷുറൻസിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും എമൗണ്ട് കിട്ടുകയാണെങ്കിൽ അതും ഈ ഹെഡിൽ വരുന്നതാണ്. കീമാൻ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും സ്ഥാപനങ്ങളെ അവരെ വാല്യബിൾ ആയ ഒരു വർക്കറെ, ഒരു പ്രൊഫഷണൽ, ഒരു സ്കിൽഡ് ലേബർ പേരിൽ എടുക്കുന്ന ഇൻഷുറൻസ് പോളിസികളാണ്. ആ പോളിസി പ്രകാരം ക്ലെയിം കിട്ടിയാൽ അതും ഈ ഹെഡിന്റെ ഭാഗമാണ്. പിന്നെ എങ്ങനെ കമ്പ്യൂട്ടേഷൻ നടത്താൻ നോക്കാം. പ്രോഫിറ്റ്സ് ആർ കമ്പ്യൂട്ടഡ്. ഇൻകം ഫ്രം ബിസിനസിന്റെ പ്രോഫിറ്റ് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുക ചോദിച്ചാൽ, നമ്മൾ സാധാരണ കാണുന്ന പോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ നെറ്റ് പ്രോഫിറ്റിന് മുകളിലല്ല ടാക്സ് ചാർജ് ചെയ്യാം. അതിൽ അലോവബിൾ ആയതും ഡിസലോവബിൾ ആയതും ആയ ഇൻകം ഐറ്റംസ് ഉണ്ടാകും. ചില ഐറ്റംസ് ഇൻകം ടാക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ അതിൽ എക്സ്പെൻസ് ആയി കാണിക്കാൻ പാടില്ലാത്തത് ഉണ്ടാവും. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അത്ര എക്സ്പെൻസ് എന്ത് ചെയ്യേണ്ടി വരും, തിരിച്ച് ആഡ് ചെയ്യേണ്ടി വരും. കാരണം ഇൻകം ടാക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ അത് അലോവബിൾ അല്ലാത്തതിനാൽ. അതേപോലെ അലോവബിൾ ആയ ഡിഡക്ഷൻസും ഉണ്ടാവാറുണ്ട്. അതായത് അപ്പം ചുരുക്കി പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന പെട്ട ഐറ്റംസ് ചിലപ്പോൾ എക്സ്ക്ലൂഡ് ഉണ്ടാവും, ഇൻക്ലൂഡ് ഉണ്ടാവും. അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതാണ് ആദ്യം ചെയ്യേണ്ടത്. നെറ്റ് പ്രോഫിറ്റ്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രകാരമുള്ള നെറ്റ് പ്രോഫിറ്റ് ആദ്യമായിട്ട് എടുത്തെഴുതുക. അതിലേക്ക് ഇൻഅഡ്മിസിബിൾ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അലോവബിൾ അല്ലാത്ത ഐറ്റംസ്, ഡിസ്അലൗഡ് ഐറ്റംസ്, അലോ ചെയ്യാത്തത് അതിൽ കിഴിച്ച് പോയിട്ടുണ്ടാവും എക്സ്പെൻസുകൾ, അത് തിരിച്ച് ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പം നെറ്റ് പ്രോഫിറ്റിലേക്ക് ആദ്യം ചെയ്യേണ്ടത് ആഡ് ചെയ്യണം ഏത് ഐറ്റംസ്, ഇൻഅഡ്മിസിബിൾ എക്സ്പെൻസ് അല്ലെങ്കിൽ ഡിസ്അലൗഡ് എക്സ്പെൻസ്. പിന്നീട് നെറ്റ് പ്രോഫിറ്റിന് എന്ത് കുറയ്ക്കേണ്ടതുണ്ട്, എക്സെപ്റ്റ് ഇൻകംസ് ആൻഡ് അലോവബിൾ ഡിഡക്ഷൻസ് ഉണ്ട്. ചില ഡിഡക്ഷൻസ് ഇൻകം ടാക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ അലോവബിൾ ആണ്. അപ്പൊ അത് എന്ത് ചെയ്യാൻ പറ്റും, ലെസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം ഡിസ്അലൗഡ് ഐറ്റംസ് ആഡ് ചെയ്യുന്നു, പിന്നീട് അലോവബിൾ ഡിഡക്ഷൻസ് എന്ത് ചെയ്യുന്നു, ലെസ് ചെയ്യുന്നു. അങ്ങനെ ടാക്സബിൾ ബിസിനസ് ഓർ പ്രൊഫഷണൽ ഇൻകം കിട്ടും. അങ്ങനെ ടാക്സബിൾ ബിസിനസ് ഇൻകം കിട്ടും. പ്രൊഫഷന്റെ കേസിലാണെങ്കിൽ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട എല്ലാ വരവുകളും അത് നിന്ന് പ്രൊഫഷനുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും കിഴിച്ചിട്ട് കിട്ടുന്നതിന് ആണ് എന്ത് പറയാം, ഇൻകം ഫ്രം പ്രൊഫഷണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇൻകം എന്ന് പറയാറുള്ളത്. അലോവബിൾ എക്സ്പെൻസുകൾ എന്തൊക്കെ നോക്കാം. സെക്ഷൻ 30 മുതൽ 37 വരെ അലോവബിൾ എക്സ്പെൻസിനെ കുറിച്ച് ഇൻകം ടാക്സിൽ പറയുന്നുണ്ട്. എക്സ്പെൻസ് അലോവ്ഡ് ആസ് ഡിഡക്ഷൻസ് ഇഫ് ഇൻക്വേർഡ്. ഇത്തരം എക്സ്പെൻസുകൾ ഇൻക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അവ എന്താണ്, ഡിഡക്റ്റബിൾ ആണ്. ഏതൊക്കെ താഴെ പറയുന്ന ഐറ്റംസ് മാത്രമേ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഹോളി ആൻഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ ബിസിനസ് ആൻഡ് പ്രൊഫഷൻ. നോക്കാം. റെന്റ്, റൈറ്റ്സ്, ടാക്സ്, റിപ്പയേഴ്സ്, ഇൻഷുറൻസ് ഓഫ് ബിസിനസ് പ്രിമൈസസ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട റെന്റുകൾ, റൈറ്റ്, ടാക്സ്, റിപ്പയേഴ്സ്, ഇൻഷുറൻസ്. റിപ്പയേഴ്സ്, ഇൻഷുറൻസ്, ഡിപ്രീസിയേഷൻ ഓഫ് മിഷനറി, പ്ലാന്റ്, ഫർണിച്ചർ. മിഷനറിയുമായി ബന്ധപ്പെട്ട ഡിപ്രീസിയേഷനുകൾ, റിപ്പയറുകൾ, ഇൻഷുറൻസുകൾ ഇവ എന്താണ്, അലൗഡ് ആണ്, ഡിഡക്റ്റബിൾ ആണ്. എക്സ്പെൻഡിച്ചർ ഓൺ സയന്റിഫിക് റിസർച്ച് സെക്ഷൻ 35 പ്രകാരവും എക്സ്പെൻഡിച്ചർ ഓൺ എലിജിബിൾ പ്രൊജക്ട്സ് സ്കീംസ് സെക്ഷൻ 35AC സെക്ഷൻ 35AD പ്രകാരവും ജനറൽ ബിസിനസ് എക്സ്പെൻഡിച്ചർ, അതായത് എനി എക്സ്പെൻസ് നോട്ട് പേഴ്സണൽ, എനി എക്സ്പെൻസ് ക്യാപിറ്റൽ ഇൻ നാച്ചറായ
നോട്ട് ക്യാപിറ്റൽ നാച്ചർ ആയവ അത് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിനിലല്ല പോവുള്ളൂ, ആ ഹെഡിലേക്കല്ലേ പോവുള്ളൂ. അപ്പൊ ഈ ജനറൽ ബിസിനസ് എക്സ്പെൻഡിച്ചറുകൾ എന്ത് ചെയ്യാം, ലെസ് ചെയ്യാൻ പറ്റും, അത് അലോബിൾ ആണ്, ഡിഡക്റ്റബിൾ ആണ്. ബാഡ് ഡെബ്റ്റ്സ് റിട്ടേൺ ഓഫ് സെക്ഷൻ 36 പ്രകാരവും എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു PF, ESI, ഗ്രാറ്റുവിറ്റി ഫണ്ട് എക്സെട്ര എംപ്ലോയി കോൺട്രിബ്യൂഷനും, ഓഡിറ്റ് ഫീകള്, ലീഗൽ ചാർജസ്, ബാങ്ക് ചാർജസ്, അഡ്വർടൈസ്മെന്റ്, സ്റ്റാഫ് സാലറി, ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഇത്തരം ഐറ്റംസും ഡിഡക്റ്റബിൾ ആണ്, അലൗബിൾ ആണ്. അപ്പോൾ ഇനി പറയുന്ന ഐറ്റംസ് എന്തല്ല, നോട്ട് അലൗഡ് ആണ്. അത് സെക്ഷൻ 40, 40A, 43B പ്രകാരം അത്തരം എക്സ്പെൻസുകൾ അലൗഡ് അല്ല. ഏതെല്ലാമാണത്? സെർട്ടൻ എക്സ്പെൻസ് ആർ ഡിസ്അലൗഡ് വൈൽ കമ്പ്യൂട്ടിംഗ് ഇൻകം. ഒന്ന്, ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ്, പെനാൽറ്റി, ഫൈൻ, പേഴ്സണൽ എക്സ്പെൻസ് ഓഫ് പ്രൊപ്രൈറ്റർ അല്ലെങ്കിൽ പാർട്ട്നേഴ്സ്, ബിസിനസ്സുമായി ബന്ധമല്ലാത്ത തികച്ചും പേഴ്സണൽ എക്സ്പെൻസുകൾ അലോബിൾ അല്ല, അത് ഡിഡക്റ്റബിൾ അല്ല. പിന്നെ എക്സസീവ് അൺറീസണബിൾ പേയ്മെന്റ് ടു റിലേറ്റീവ്സ്, എക്സസീവ് അൺറീസണബിൾ അല്ലെങ്കിൽ എക്സസീവ് ആണ് അല്ലെങ്കിൽ അൺറീസണബിൾ പേയ്മെന്റ് ടു റിലേറ്റീവ്സ്. ക്യാഷ് പേയ്മെന്റ് എബോവ് 10,000 ഡിസ്അലൗഡ്. അതായത് ക്യാഷ് ആയിട്ട് 10,000 രൂപ മുകളിലേക്ക് എന്ത് ചെലവാക്കിയാലും അതെന്താണ്, ഡിസ്അലൗഡ് ആണ്. പിന്നെ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു PF, ESI ഇഫ് നോട്ട് ഡെപ്പോസിറ്റ് വിത്തിൻ ഡ്യൂ ഡേറ്റ്. യഥാ സമയത്തിനകം ഇത്തരം ESI, PF കോൺട്രിബ്യൂഷനുകൾ എംപ്ലോയേഴ്സ് അത് ഡെപ്പോസിറ്റ് ചെയ്തില്ലെങ്കിൽ അവയും എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നീട് ഡിസ്അലൗഡ് ആണ്. അത്തരം എക്സ്പെൻസുകൾ ഇൻകം ടാക്സ് കാൽക്കുലേഷൻ സമയത്ത് ഇത്തരം എക്സ്പെൻസുകൾ എന്താണ്, നോട്ട് അലൗഡ് ആണ്. ഒറ്റ വാക്കിൽ വീണ്ടും നോക്കാം ഏതൊക്കെയാണ് അലോബിൾ എക്സ്പെൻസ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഐറ്റം ഇതാണ്. അലോബിൾ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇത്തരം എക്സ്പെൻസുകൾ ഡിഡക്റ്റബിൾ ആണ്. എക്സ്പെൻസ് അലൗഡ് ആസ് ഡിഡക്ഷൻ: റെന്റ്, റേറ്റ്സ്, ടാക്സ്, റിപ്പയേഴ്സ്, ഇൻഷുറൻസ് ഓഫ് ബിസിനസ് പ്രിമൈസസ്, റിപ്പയേഴ്സ്, ഇൻഷുറൻസ്, ഡിപ്രീസിയേഷൻ ഓഫ് മെഷീനറി, പ്ലാന്റ്, ഫർണിച്ചർ. മുകളിൽ ബിസിനസ് പ്രിമൈസസിനെ പറ്റി പറഞ്ഞത്, രണ്ടാമത് പറഞ്ഞത് പ്ലാന്റ്, ഫർണിച്ചർ, മെഷീനറിയുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസും ഡിപ്രീസിയേഷനും ഒക്കെ. പിന്നെ എക്സ്പെൻഡിച്ചർ ഓൺ സയന്റിഫിക് റിസർച്ച്, എക്സ്പെൻഡിച്ചർ ഓൺ എലിജിബിൾ പ്രൊജക്ട്സ് ഓർ സ്കീം, ജനറൽ ബിസിനസ് എക്സ്പെൻഡിച്ചർ തികച്ചും ബിസിനസ്സുമായി ബന്ധപ്പെട്ട അതുപോലെ ജനറൽ എക്സ്പെൻസുകൾ. ബാഡ് ഡെബ്റ്റ് റിട്ടേൺ ഓഫ്, എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു PF, ESI, ഗ്രാറ്റുവിറ്റി ഫണ്ട്. നോർമലി അത് ഡിഡക്റ്റബിൾ ആണ്, പക്ഷെ പിന്നീട് നേരത്തെ പറഞ്ഞത് നോട്ട് അലൗഡ് എന്ന് പറയാൻ കാരണം അത് ഡ്യൂ ആയ സമയത്തിനകം അത് എംപ്ലോയർ ചെയ്യാത്തതുകൊണ്ടായിരുന്നു, പിന്നെ അടക്കാത്തത് കൊണ്ടായിരുന്നു. ഓഡിറ്റ് ഫീ, ലീഗൽ ചാർജസ്, ബാങ്ക് ചാർജസ്, അഡ്വർടൈസ്മെന്റ്, സ്റ്റാഫ് സാലറി ഇവയൊക്കെ എന്താണ്, അലൗബിൾ ആണ്. പക്ഷെ ഇനി പറയുന്ന എക്സ്പെൻസുകൾ ആർ നോട്ട് അലൗഡ്. ഏതെല്ലാമാണ്? ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ്, പെനാൽറ്റി, ഫൈന്, പേഴ്സണൽ എക്സ്പെൻസ് ഓഫ് പ്രൊപ്രൈറ്റർ പാർട്ട്ണർ, പ്രൊപ്രൈറ്ററുടെയോ പാർട്ട്നേഴ്സിൻ്റെയോ പേഴ്സണൽ എക്സ്പെൻസുകൾ. പിന്നെ എക്സസീവ് ഓർ അൺറീസണബിൾ പേയ്മെന്റ് ടു റിലേറ്റീവ്സ്, ക്യാഷ് പേയ്മെന്റ് എബോവ് 10,000 ഡിസ്അലൗഡ് ആണ്. ക്യാഷായിട്ട് 10,000 മുകളിലേക്ക് പോകുന്ന സംഖ്യ, 10,000 മുകളിലേക്കല്ല, അത് അങ്ങനെ വരുമ്പോൾ മുഴുവൻ സംഖ്യ എന്ത് ചെയ്യും, അത് ഡിസ്അലൗ ചെയ്യും. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു PF, ESI പക്ഷെ ഏത് കേസിലാണ്? ഇഫ് നോട്ട് ഡെപ്പോസിറ്റ് വിത്തിൻ ഡ്യൂ ഡേറ്റ് ആണെങ്കിൽ. ഇനി ഡിപ്രീസിയേഷന്റെ കേസാണ് പറയേണ്ടത്. ഡിപ്രീസിയേഷൻ അലൗബിൾ ആണ്, നേരത്തെ മുകളിൽ സൂചിപ്പിച്ചല്ലോ, അത് ഡിഡക്റ്റബിൾ ആണ്. അപ്പം ഡിഡക്ഷൻ അലൗഡ് ടു ടാൻജിബിൾ അസറ്റ്, ബിൽഡിംഗ്, പ്ലാന്റ്, മെഷീനറി, ഫർണിച്ചർ പോലുള്ളവ ടാൻജിബിൾ അസറ്റ്സിനും. ഇൻടാൻജിബിൾ അസറ്റ്സുകളായ ഗുഡ്വിൽ, പേറ്റന്റ്, ട്രേഡ് മാർക്ക്, ലൈസൻസ് ഇവയുടെ ഡിപ്രീസിയേഷൻ ഡിഡക്റ്റബിൾ ആണ്. പക്ഷെ റേറ്റ് എത്രയാണ് ഇൻകം ടാക്സ് റൂളിൽ തന്നെ പറയുന്നുണ്ട്, അത് പ്രകാരം മാത്രമേ ലെസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് റേറ്റ് ആസ് പെർ ഇൻകം ടാക്സ് റൂൾ പ്രകാരം. അപ്പം ഡിഡക്ഷൻ ഏതൊക്കെയാണ് അലൗബിൾ ആയത്? പ്രധാനപ്പെട്ട റേറ്റുകൾ നോക്കാം. റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന് 5% ഡിപ്രീസിയേഷൻ,
അലോബിൾ ആണ്. അതർ ബിൽഡിങ്സ് നോൺ റെസിഡൻഷ്യൽ ആണെങ്കിൽ 10%. ടെമ്പററി സ്ട്രക്ചർ താൽക്കാലികമായി ഉണ്ടാക്കിയ ഷെഡ് പോലുള്ളവർക്ക് 40%. ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ് ആണെങ്കിൽ 10% ആണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി ജനറല് 15%. കമ്പ്യൂട്ടേഴ്സ്, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എന്നിവയ്ക്ക് 40%. മോട്ടോർ കാർ ആണെങ്കിൽ നോട്ട് യൂസ്ഡ് ഇൻ ബിസിനസ് ഓഫ് ഹയർ 15%. കൊമേഴ്സ്യൽ വെഹിക്കിൾസ്, ടാക്സി, ബസ്, ലോറി യൂസ്ഡ് ഇൻ ഹയർ ബിസിനസ്സിന് 30%. ബുക്സ് ഓൺഡ് ബൈ പ്രൊഫഷണൽസിന്റെ ഭാഗമായിട്ട് അവർക്ക് ബുക്സും കാര്യങ്ങളൊക്കെ വേണ്ടി വരും, അതിന് 40%. ബുക്സ് നോട്ട് കവേർഡ് അബോവ് അതിൽ പെടാത്ത സാധാരണ ബുക്കുകൾക്ക് 15%. ഇൻടാഞ്ചിബിൾ അസറ്റ് അതായത് ഗുഡ് വില്ല്, പാറ്റന്റ്, കോപ്പിറൈറ്റ്സ്, ട്രേഡ് മാർക്സ്, ലൈസൻസ്, ഫ്രാഞ്ചൈസീസ്, ബിസിനസ്, കൊമേഴ്സ്യൽ റൈറ്റ്സ് തുടങ്ങിയവക്കെല്ലാം 25%-മാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നുകൂടി പറയാം, ഡിപ്രീസിയേഷൻ എന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഹെഡിൽ. അതായത് ഡിപ്രീസിയേഷൻ എന്താണ്? ഡിഡക്റ്റബിൾ ആണ്. അത് ടാഞ്ചിബിൾ അസറ്റുകൾക്കും ഇൻടാഞ്ചിബിൾ അസറ്റുകളായ ഗുഡ് വിൽ, പാറ്റന്റ്, ട്രേഡ് മാർക്ക്, ലൈസൻസ് എന്നിവയ്ക്കും ടാഞ്ചിബിൾ അസറ്റായ ബിസിനസ്, ബിൽ, പ്ലാന്റ്, മെഷീനറി, ഫർണിച്ചർ അത് താഴെ പറയും പ്രകാരമാണ് ഇൻകം ടാക്സ് റൂൾ പ്രകാരം അതിൻ്റെ റേറ്റുകൾ. റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന് 5%. അതർ ബിൽഡിംഗ് നോൺ റെസിഡൻഷ്യൽ ആണെങ്കിൽ 10%. ടെമ്പററി സ്ട്രക്ചറുകൾക്ക് താൽക്കാലിക സ്ട്രക്ചറുകൾക്ക് 40%. ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സിന് 10%. പ്ലാന്റ് ആൻഡ് മെഷീനറി 15%. കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എന്നിവയ്ക്ക് 40%. മോട്ടോർ കാർ 15%. കൊമേഴ്സ്യൽ വെഹിക്കിൾസ്, ടാക്സീസ്, ബിസിനസ്, ലോറീസ് എന്നിവയ്ക്ക് 30%. ബുക്സ് ഓൺഡ് ബൈ പ്രൊഫഷണൽസ് 40%. അല്ലാത്തവർക്ക് ബുക്സ് നോട്ട് കവേർഡ് എബോവ് 15%. ഇൻടാഞ്ചിബിൾ അസറ്റ്സുകളായ ഗുഡ് വിൽ, പാറ്റന്റ്സ്, കോപ്പിറൈറ്റ്സ്, ട്രേഡ് മാർക്സ്, ലൈസൻസ്, ഫ്രാഞ്ചൈസീസ്, ബിസിനസ് ഓർ കൊമേഴ്സ്യൽ റൈറ്റ്സ് എന്നിവയ്ക്ക് 25%-മാണ് ഡിപ്രീസിയേഷൻ അലോവബിൾ. ഇനി ഏത് മെത്തേഡ് പ്രകാരമാണ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഇൻകം ഷുഡ് ബി കമ്പ്യൂട്ടഡ് ആസ് പെർ മെർക്കൻറ്റൈൽ സിസ്റ്റം എക്സെപ്റ്റ് ഇൻ സെർട്ടൻ കേസസ് വെർ ക്യാഷ് സിസ്റ്റം ഇസ് അലൗഡ്. ബുക്സ് മസ്റ്റ് ബി മെയിൻറ്റെയിൻഡ് ആസ് പെർ സെക്ഷൻ 44AA ഫോർ സെർട്ടൻ ബിസിനസ് ഓർ പ്രൊഫഷൻ. ഇത്രയാണ് ഇൻകം ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷൻ എന്ന ഈ ഹെഡിൽ നമുക്ക് ഉൾപ്പെടുത്താനുണ്ടായിരുന്നത്. ഇതോടുകൂടി നമ്മുടെ മൂന്നാമത്തെ ഹെഡ് ഇൻകം ടാക്സ് കഴിയാണ്. പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ PGPP-യുമായി ബന്ധപ്പെട്ട മുൻകാലങ്ങളിൽ ചോദിച്ചടക്കമുള്ള MC ക്വസ്റ്റ്യൻസുകൾ ഈ വീഡിയോയ്ക്ക് പിറകെ അപ്ലോഡ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.